ഗൂഗിളിൽ നോക്കി പഠിച്ചു വെച്ചേക്കുക. പറ വേറെ എന്തൊക്കെയായിരുന്നു? 1000 അടി ഉയരത്തിലാണ് നമ്മളെ പാറ ഇരിക്കുന്നത്. ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ ഇന്ന് നമ്മളെല്ലാരും കൂടി ഒരു പുറത്തുനിന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മള് ജഡായിപ്പാറ. ഒരുപാട് ദൂരെയുള്ള സ്ഥലമാണ്. സത്യം പറയാല്ല ഗൈസ്, ഈ മുറ്റയ്ക്ക് മുല്ലയ്ക്ക് മണമില്ലെന്നൊക്കെ പറയുന്ന നടക്കില്ലേ? അല്ല, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നുള്ള ചൊല്ലുണ്ട്. അതേപോലെ നമ്മള് ഇവിടെ ജഡായുർത്ത് സെന്റർ നമ്മളെ വീടിന്റെ തൊട്ടടുത്താണ്. പക്ഷെ ഇന്നേ വരെ നമ്മള് കേബിൾ കാർ വഴി അതുവഴി ഫീ അടച്ചിട്ട് നമ്മൾ ഇതിലോട്ട് പോയിട്ടില്ല. കാരണം അച്ഛനൊക്കെ പണ്ട് വളർന്നതേ അതിന്റെ താഴെയാണ് അല്ലേ? അതെ, അങ്ങനെയാണ് പരിപാടി. അപ്പൊ നമ്മളെ കളങ്ങാട് നമ്മളെ കുടുംബ വീട് കണ്ടിട്ടില്ല, അതിനടുത്ത് തന്നെയാണ്. അതിന് തൊട്ട് മേളിൽ പോകുന്നതാണ് ജഡായുർത്ത് സെന്ററിന്റെ. അത് പണി നടന്ന സമയത്ത് അതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോയത് ആ വഴിയാണ്. അപ്പൊ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ജഡായി റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുടുംബ വീടിന്റെ അതിലേക്കുള്ള വഴിയായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം പോകുന്ന ജഡായി എർത്ത് സെൻറ്റർ വഴിയാണ്. അതായത് പിന്നെ അവർ ഏറ്റെടുത്തതിന് ശേഷം അതൊക്കെ പണിഞ്ഞതിന് ശേഷം ഇപ്പം നമുക്ക് എത്ര നമ്മൾ നാട്ടുകാരാണെന്ന് പറഞ്ഞാലും നമുക്ക് പൈസ അടച്ചിട്ട് മാത്രമേ അതിനകത്ത് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരാൾക്ക് കറക്റ്റ് ഉണ്ട്. എൻ്റെ അറിവ് 500 ഞാൻ അവിടെ പോകുമ്പോൾ എനിക്ക് ഇപ്പോഴൊക്കെ അറിയത്തില്ല ഇപ്പോൾ എത്ര രൂപയാണെന്ന്. എന്തായാലും നമ്മൾ കേബിൾ കാർ വഴിയാണ് നമ്മൾ ജഡായിപ്പാറയുടെ മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും 1000 ഫീറ്റാണ് ഗൈസ് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. എല്ലാം ഗൂഗിളിൽ നോക്കി പഠിച്ചു വെച്ചേക്കുക. പറ വേറെ എന്തൊക്കെയായിരുന്നു? 1000 അടി ഉയരത്തിലാണ് നമ്മളെ പാറ ഇരിക്കുന്നത്. എന്നിട്ട് ആ പാറയിലാണ് നമ്മൾ പോകുന്നത്. ഇനിയുണ്ട് എന്ത്? അത് പോകുമ്പോ ഓരോന്ന് പറയാം. ഇവൻ ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ഇവൻ ഇന്ന് ഗൂഗിളിൽ നോക്കി മൊത്തം പഠിച്ചതാ. മൊത്തം 15000 സ്ക്വയർ ഫീറ്റിലാണ് ജഡായുവിന്റെ സംഭവം പണിഞ്ഞിരിക്കുന്നത്. 15,000 സ്ക്വയർ ഫീറ്റ്. ഗൂഗിളിൽ തെറ്റത്തില്ല എന്തായാലും. ഗൂഗിൾ തെറ്റത്തില്ല. ഗൂഗിൾ പറയുന്നത് നമുക്ക് അറിയത്തില്ല. അല്ല, നമുക്ക് അളന്നു നോക്കിയിട്ടില്ലല്ലോ നമ്മൾ എന്തൊക്കെ ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ പറയും. പിന്നെ നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം ഈ പാറയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം. പൂങ്കോട്, ഈ ജഡായിനെ വെട്ടിയ സ്ഥലം വെട്ടുവഴി, അതൊക്കെ അറിയാമായിരുന്നു. അങ്ങനെ ഇത് ഗൂഗിളില്ല. ഇത് നമ്മളെ നാട്ടിൻപുറത്തുള്ള അല്ല, അതിന്റെ മണ്ടേ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അവിടെ ഒരു കുളമായി, പിന്നെ ശ്രീരാമന്റെ കാൽപാദം, അതൊക്കെ നമുക്ക് കാണാൻ വീഡിയോയിൽ. പിന്നെ അത് കണക്ക് അടുക്കളപ്പാറ, തേംപാറ, ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ത്രീകളെ ഭയങ്കര ബഹുമാനമായിട്ടുള്ള ഒരു അവരുടെ ഒരു പ്രതീകമാണ് അത് പണിഞ്ഞു വെച്ചത്. കാരണം സ്ത്രീയെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന വഴിക്കാണല്ലോ ഈ വെട്ടിയത്. സീതയല്ലേ. നമുക്ക് ഈ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമുക്ക് കറക്റ്റ് സ്റ്റോറി, സത്യം പറഞ്ഞ രാമായണത്തിലെ സ്റ്റോറി കറക്റ്റ് എനിക്ക് പറഞ്ഞു. പിന്നെ കോട്ടുകൽ ഗുഹാക്ഷേത്രം ഇതുമായിട്ട് കണക്റ്റഡ് 100 കോടി രൂപയാണ് ബഡ്ജറ്റ് ഗൂഗിളിൽ പറഞ്ഞിരിക്കുന്നത്. 100 കോടി കറക്റ്റ് എനിക്ക് അറിയത്തില്ല. 100 കോടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ ഇത്രയും കോടിയൊക്കെ കുറവാണെന്ന് തോന്നുന്നു. ഒരു സിനിമ എടുക്കാൻ തന്നെ ഇപ്പൊ 100-250 റോ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾ ആലോചിക്കണം. ആ അത്രയും 10,000 സ്ക്വയർ ഫീറ്റിന്റെ മുകളിലോട്ട് ഇത്രയും സിമെന്റും കട്ടയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പൊ എന്തിനാ തിളങ്ങിയൊക്കെ ഇരിക്കുന്ന? നീ എന്തിനാ തേച്ച കണ്ണിന്റെ അടിയിലൊക്കെ? അയ്യേ ഇത് ആമ്പിള്ളേർ ഇതൊക്കെ ഇടുവോ? അയ്യേ ഐഷാഡോ ഒക്കെ ഇട്ടേക്ക് നീ. സ്കിൻ കെയർ പോവാ നമുക്ക്. അയ്യേ, ഞാൻ ഒരു സൈഡിൽ നോക്കിയപ്പോ ഒരു മെഴുവെഴുപ്പ് കണക്ക്. നീ കെട്ടട്ടെ, നിനക്ക് വിട്ടുതരും സ്റ്റോപ്പൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കൂടി കാണിച്ചു തരുവാണ്. അപ്പോൾ നമുക്ക് നേരെ ജഡായു എർത്ത് സെന്ററിലോട്ട് പോകാൻ കഴിയും. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അച്ഛൻ്റെ നമ്മളെ വലിയ വണ്ടി എടുത്തു. അച്ഛൻ്റെ ബാക്കിൽ പോയിട്ടോ. അച്ഛൻ എപ്പോ ഈ വണ്ടി എടുത്താലും ഏറ്റവും ബാക്കിൽ ചെന്ന് കുത്തിരിക്കണം. അതൊക്കെ സ്ഥലമുണ്ട്. അല്ല, അവിടെ വിസ്താരമായിട്ട് ഇരിക്കല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലേ? വിസ്താരം എന്ന് വെച്ചാൽ നമ്മളൊരു വിശാലം. മൃദുലയുടെ പുതിയ ചുരിദാറാന്ന് തോന്നല്ലേ? അമ്മയുടെ പുതിയ ചുരിദാറ, കൊച്ചുവിന്റെ പുതിയ ഷർട്ടാ, എന്റെ പുതിയ ഷർട്ടാ, അച്ഛന്റെ എല്ലാരും പുതിയ ഷർട്ട്. എന്നെ മറന്നു. ഇതാരെ സെലക്ഷനാ? അച്ഛന്റെ അമ്മയുടെ ഇത് ഞാൻ സെലക്ട് ചെയ്തു. അച്ഛൻ എപ്പോഴും ഡ്രസ് എടുത്ത് കൊടുക്കുന്ന അമ്മയാ. അമ്മയുടെ സെലക്ഷൻ ആണ് ഫുള്ള് അച്ഛൻ ഫുള്ള് കണ്ട തിരക്കാട്ടാ. ഇന്ന് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് ഞായറാഴ്ച തിരക്കാട്ടല്ലേലും കൂടെ. നമ്മള് ഞായറാഴ്ച ഇങ്ങോട്ട് ഇറങ്ങാറില്ലാത്തോണ്ട് നമുക്ക് പാർക്കിംഗ് ഒക്കെ ഫുള്ളായിട്ടാന്ന് തോന്നുന്നു. എല്ലാരും പുറത്തൊക്കെയാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ബസ്സൊക്കെ വരുന്നുണ്ടോ?
ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മുടെ ക്യാഷ് നമ്മുടെ കൈ കരുതണം കേട്ടോ. അതായത് എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 250 രൂപയാണ്. അത് ഗൂഗിൾ പേയോ കാർഡോ പേയ്മെന്റോ വേറെ കാര്യങ്ങളോ ഡിജിറ്റൽ പേയ്മെന്റ് ഒന്നുമില്ല. ക്യാഷ് പേയ്മെന്റ് ചെയ്യണം മാത്രമേ ഉള്ളൂ. 250 രൂപ ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് 250 രൂപ. അതാണ് ഗൂഗിൾ പേ. ഗൂഗിൾ പേ നമ്മൾ കറക്റ്റ് ഒരു 500 എത്ര രൂപ? ഒരാൾക്ക് 550 രൂപയാവും. 550 രൂപ. കേബിൾ കാർ എൻട്രി ഫ്രീ ഉൾപ്പെടെ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ഫുള്ള് താണ്ട നോർത്ത് വണ്ടികളാണെന്ന് താണ്ട കണ്ടോ. നല്ല മുട്ടം വെയിൽ കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളെ ഇത്രയും തിരക്കുണ്ട്, നമ്മളാണ് വരാത്തത്. ഇത്ര അതെ സത്യം ഗൈസ്, നമ്മളിവിടെ ഇത്രയും തിരക്കുണ്ടായിരുന്നു. നമുക്ക് നമ്മൾ എന്തെന്നാ പറഞ്ഞോണ്ടിരുന്നത്. പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് ഇത്രയും പൈസ കൊടുത്ത് അതിൽ കയറണ്ടായിരുന്നില്ല. നമുക്ക് അതുവഴി കുറുക്ക് കയറി പോവാം. നമുക്ക് പൈസ കൊടുക്കണ്ട. യഥാർത്ഥത്തിൽ എവിടെയാണെന്നറിയോ? ക്ഷേത്രത്തിൽ പോവാം. അകത്ത് കയറുന്നില്ല. പക്ഷെ നടന്നേ പോകാൻ പറ്റും. നടന്നു പോകണം. നടന്നു പോകാൻ പറ്റും. ഞങ്ങള് പോകുന്നത് അവിടെ ഞാൻ പോയിട്ടുണ്ട്, 2-3 തവണ പോയി. നമ്മളും പോയിട്ടുണ്ട്, പക്ഷെ നടന്നാ പോയിട്ടുള്ള. നടന്നു പോയി. പക്ഷെ അല്ലാതെ വർഷത്തിൽ ഒരിക്കൽ ഇവിടെ നമ്മളെ ആ വഴി കൂടെ ഓപ്പൺ ചെയ്ത് വിടും. അത് നടന്നു പോവാം. രണ്ട് വഴിയുണ്ട് ഗൈസ് ഇവിടുന്ന്. ജഡായി റോക്ക് വഴിയും പോകാൻ പറ്റും, ഇതുവഴിയും പോകാൻ പറ്റും. ജഡായി റോക്ക് വഴി ക്ലോസ് ആണ്. അവിടെ ഇങ്ങനെ ഉത്സവം അങ്ങനത്തെ ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ രാമന്റെ ക്ഷേത്രം. രാമന്റെ ക്ഷേത്രമല്ലേ ശ്രീരാമ ക്ഷേത്രമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉത്സവത്തിന് മാത്രമേ അവിടെ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലുള്ള എല്ലാവർക്കും അതുവഴി വിസിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. തിരക്ക് കണ്ട ഗൈസ്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കേട്ടോ. എൻട്രി ഫീ നമുക്ക് 5 പേർക്ക് കൂടി വരുന്നത് 1330 രൂപയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. നമ്മളോട് ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മളിവിടെ ഇത്രയൊക്കെ തിരക്കെന്നുള്ള സംഭവം. അതെ, ഇന്ന് ഞായറാഴ്ച കൂടി ആയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു പോകുന്ന റോഡിൽ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നേരത്തെയൊക്കെ പോകും കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ അത്യാവശ്യം നമ്മൾ വണ്ടി എപ്പോഴും പോയി വരികയും ചെയ്ത് കാണുന്നുണ്ട്. ഇപ്പൊ 4-5 ദിവസം അവധി ഉണ്ട് ഇതിന്റെയൊക്കെ. അതായി എല്ലാരും വരുന്നത്, നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വരുന്നത്. കേബിൾ കാർ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇത് ഇവിടെ ഫസ്റ്റ് ടൈമാണ് നമ്മളെല്ലാവരും. മൃദുല ആദ്യമായിട്ടാണ് ജഡായി പാറ വരുന്നത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. വിശാലമായ ഷോറൂം. ഇത് കറക്റ്റ് ഷോറൂം കണക്കില്ലേ? കൊള്ളാല്ലേ? കാറിന്റെ ഷോറൂം കണക്ക്. ഗൈസ് നമ്മളത്തെ കേബിൾ കാറിന്റെ ക്യൂ ആണെന്ന് തോന്നാട്ടോ. ടിക്കറ്റ് സൂക്ഷിച്ചേക്കണം, തിരിച്ചും വരാനുള്ള ടിക്കറ്റാണ്. അപ്പൊ ഇത് കളഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ പായിട്ട് കിടക്കണം എന്നാണ് ചേച്ചി പറഞ്ഞത്. ഇതെന്തോ സംഭവം എന്നറിയോ? അയ്യോ പൊളിയില്ലേ? കർണന്റെ വണ്ടിയാന്ന് ഗൈസ്. നമുക്ക് അറിയത്തില്ലെങ്കിൽ ക്ഷമിക്കണം, നമുക്ക് അറിയത്തില്ല കേട്ടോ. നമ്മൾ കൽക്കി സിനിമയ്ക്കകത്ത് കണ്ട ഇല്ലേ? അതേ വണ്ടി ഗൈസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് കേട്ടോ ഇത്രയും പേര്. അതിനടുത്ത് തന്നെ നമുക്ക് ചെറിയൊരു കഫേ കാണാം. എന്നാ പിന്നെ ലിഫ്റ്റ് മൃദുല പ്രഗ്നന്റ് ആയതുകൊണ്ട് അവര് ലിഫ്റ്റിൽ വിട്ടു കേട്ടോ. അപ്പോൾ ഒരാളോട് കൂടെ പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് സ്റ്റെപ്പ് കയറണ്ട. അമ്മയും കൊച്ചും അച്ഛനും എല്ലാവരും കൂടി സ്റ്റെപ്പ് കയറി പൊക്കിയിട്ടുണ്ട്. കൊച്ചെത്തി പുല്ലേ വൃത്തിയായിട്ടോന്നെ. ഞാൻ ആദ്യം വരത്തില്ലായിരുന്നു. എനിക്ക് പൈസ എന്റെ കാലിൽ പൊട്ട് ഓടിയാണ്. ഒരു ബാച്ച് അവിടെ വന്നു കേട്ടോ പോയിട്ട്. ഇതെല്ലാവരും കയറാൻ നിൽക്കുന്ന ക്യൂ ആണ് കൈസ്. എല്ലാവരും എന്തായാലും സമയം എടുക്കും കേട്ടോ. ഓച്ചാമാറി അങ്ങനെ സ്പീഡൊക്കെ കൂട്ടുവോ? ഈ സാധനം നിൽക്കുന്നില്ല, സ്റ്റോപ്പ് ആവത്തില്ലടാ. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓടി ഞാൻ കയറിക്കോണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഡിലേ വരും. ഇത്തിരി വയസ്സായ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? അതാ ഞാൻ ആലോചിക്കുന്നു. നൃത്തത്തിലെന്ന് തോന്നുന്നു നമ്മൾ ഈ ഒരു മിനിമം സ്പീഡിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ കയറണം ആ ഒരു സ്പീഡിൽ തന്നെ. ഇപ്പം സ്പീഡ് കൂടി കേട്ടോ. ഇപ്പം സ്പീഡ് കൂടി. അല്ല അത്യാവശ്യം നല്ല സ്പീഡിനാട്ടാ പോന്നാ. അത് പോകുന്നുണ്ടപ്പോ പേടിയാവും. പറിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ. അവിടെ ആ കേബിൾ കാർ ഇന്ന് ശനി ഞായറും ഭയങ്കര തിരക്കാട്ടോ. ഇന്ന് ഏതാണ്ട് 3000 പേരുണ്ടെന്നാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞത്. അത്രയ്ക്കും തിരക്കുണ്ട് കേട്ടോ. 8 മിനിറ്റ് വേണം കേട്ടോ നമുക്ക് അങ്ങ് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീൽ ചെയർ പാസഞ്ചറോ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും. അല്ല ബുദ്ധിമുട്ട് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും. നമ്മളിതിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സെൻട്രലിൽ 2 സെറ്റ് ക്യാബിനുണ്ടാവും. അതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യാറ്. ഇത് ഓട്ടോമാറ്റിക്കിലാണ്. ഇവിടെ കയറി കഴിഞ്ഞാൽ ഡോർ ഓട്ടോമാറ്റിക്കായി മുകളിലെത്തുമ്പോഴേ ഓപ്പൺ ആവുള്ളൂ. ആ ഹാൻഡിൽ പിടിച്ച് പതിയെ നടന്നു കയറും. ഹാൻഡിൽ പിടിച്ചിട്ട് ഓപ്പോസിറ്റ് കയറാൻ വേണ്ടി പോകട്ടെ.
ഇത് ആടുന്നതായി ഓട്ടോമാറ്റിക് ആണത്. കൊള്ളാം കൈസ്, കൊള്ളാം കൊള്ളാല്ലേ. ഈ ബുദ്ധിമുട്ടുള്ളവർക്ക് നിർത്തി കൊടുക്കും കേട്ടോ. ഇല്ലാത്തവർക്ക് നമ്മളെല്ലാം ട്രെയിനിലൊക്കെ കയറുന്നത്, ബസ്സിൽ കയറുന്ന ഓടിയൊക്കെ കയറിക്കോളാം. ഫാനുണ്ട് ഏസിയാ. ആട്ടമുണ്ട് കേട്ടോ കൊട്ടില്. ഇപ്പൊ സ്പീഡില്ല, നോർമൽ അവിടെ കേറുന്ന അവിടെ കേറി കഴിയുമ്പോ ഇത് കേറുമ്പോഴാ സ്പീഡാവുന്നത്. ഈ ആദ്യത്തെ ഒരു ഇത് ഇനി ഓച്ച അല്ല പിന്നെ ഒരു കാര്യം പക്ഷേ കേട്ടാ ഇത്ര കേറിയപ്പോ ഒരു കാര്യം പറയാം, ഇത് മുതലാവും. ഇത് കൊള്ളാം. ഒരെണ്ണം പോകുന്നു കൈസ്. താഴൊക്കെ കാടും കുണ്ടം പാറ. ഇതാണ് അടുക്കളപ്പാറ. ഇതാണ് അടുക്കളപ്പാറ. ഇതാണ് അടുക്കളപ്പാറ. സീത വന്ന് അപ്പുറ സൈഡാണ് കാണാൻ കേട്ടോ. ഈ പാറ ഇതിവിടെ 2 പാറ ചേരുന്നുണ്ട്. ഇതാണ് തേമ്പാറ. ഇത് തേമ്പാറ. അച്ഛൻ അറിയാം കേട്ടോ, നമുക്ക് അത്ര അറിയത്തില്ല. ഇവിടെ അടുക്കളപ്പാറയിലാണ് ഹെലികോപ്റ്റർ ലാൻഡിങ്. അവിടെ ഹെലിപാഡിന്റെ സംഭവം കൊണ്ട് കേട്ടോ അവിടെ. പക്ഷെ ഇതുവഴി നല്ല കാറ്റടിക്കുന്ന കേട്ടാ. ഇന്ന് പൊങ്ങിയെന്നാണ് പൊങ്ങിക്കേ. നിക്കരുത് വേണ്ട എഴുതി വെച്ചിട്ടുണ്ട്. നിക്കരുത്, സിഗരറ്റ് വലിച്ചുകൂടാ. ഇപ്പൊ എത്രയാണെന്നറിയാമോ? 8 ആൾക്കാർ. ഇപ്പൊ ഡിലേ വന്നറിയാമോ? ഇപ്പൊ അവിടെ ആളിനെ കയറ്റുക. അതാണ് സ്ലോ ആവുന്നത്. അതിന്റെ ഇടയ്ക്കുള്ള ഒരു പോക്കട്ടാ. ഇനി ഈ കേബിൾ കാർ അങ്ങ് ചെല്ലുമ്പോ വീണ്ടും ഒരു സ്ലോ. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലും. ഒരാൾക്ക് 249 ഈ ഒരു കേബിൾ കാർ വെറുത്താന്ന് എനിക്ക് തോന്നുന്നു. ഇത് കൊള്ളാം. ഇനി ബാക്കിയുള്ളത് എന്താന്ന് അറിയത്തില്ല. പക്ഷെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ്. ഈ കേബിൾ കാർ എക്സ്പീരിയൻസ് സൂപ്പറാണ്. അച്ഛാ ഡോറ് തുറന്ന് ചാടച്ച ഫ്ലൈ. പക്ഷെ ഇത് വലിയ ഹൈറ്റ് ഇല്ല. പക്ഷെ നമ്മളെ കേറി വന്നത് ഹൈറ്റാ, നല്ല ഹൈറ്റ്. ഒറ്റ ഒരു എടുപ്പെടുപ്പില്ലേ. ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ കാടാടാ ഇത്. നേരുന്ന ഊരിയുടെ അപ്പുറത്താണ്. ഇതിന്റെ മുകളിൽ നിന്ന് നമ്മൾ ആ ഒരു ഫുൾ ചടയമംഗലം എന്ന് പറയുന്ന ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ചടയമംഗലം മാത്രമല്ല കാണുന്നത്. 1000 അടി മുകളിലല്ലേ നമ്മളിപ്പം കേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്രത്തോളം ഹൈറ്റ് ആണ് നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. രക്ഷയില്ല ഗായ്സ്. അപ്പൊ നമ്മൾ ഏതാണ്ട് മേളിൽ എത്താറായിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതാണ്ട് കുറച്ച് ഇപ്പൊ ആദ്യം കേറി വന്ന ആ ഒരു സ്പീഡ് പിന്നെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര സ്ലോയിലായിട്ടാണ് താഴെ ആളെ കയറ്റിക്കൊണ്ടിരിക്കുക. ഇനി ഒരു കേറി കഴിയുമ്പോ ഒരു പോക്കൊക്കെ പോകും. ഞാൻ പറഞ്ഞു എവിടെ ഇരിക്കായി. പേടിയാവാൻ വേണ്ടിട്ടൊന്നുമില്ല. ഇതിൽ ചെറിയ ചാഞ്ചാട്ടം ഉണ്ടെന്നേ ഉള്ളൂ. കൊച്ചെത്ര സൈലന്റ് ആയത്. ഏത് പേടിയാണോ ഹൈറ്റ്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഗൈസ്, ഇറങ്ങാൻ വേണ്ടി പോവാണ്. പതുക്കെ അവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞു. കാരണം ഓരോരുത്തർ വന്ന് ഇറങ്ങുന്നോണ്ട് നമുക്ക് വേഗം നടന്ന് മേലോട്ട് കയറാം. അയ്യോ ഗൈസ്, രക്ഷയില്ല ഏട്ടാ. മൃദുല ഫസ്റ്റ് ടൈം അല്ലേ? ജഡായിപ്പാറ എന്ന് പറയുന്നില്ല, മേലുപ്പാറ. നമ്മള് മേലുപ്പാറ എന്ന് പറയുന്നത്. അടിപൊളി, കൊള്ളാല്ലേ, സൂപ്പർ. നമ്മുടെ ഹോം ടൗൺ ആയ നമ്മുടെ ജഡായു എർത്ത് സെന്റർ സുഹൃത്തുക്കളെ,
അതിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഒരു ഫുൾ ഈ ഒരു ജഡായിൻ്റെ ഈ ഒരു സംഭവം വർക്ക് ചെയ്തിരിക്കുന്ന ഒരു 15,000 സ്ക്വയർ ഫീറ്റിലാണ്. അകത്തോട്ട് പ്രവേശനം ഇല്ല. നമുക്ക് ഇവിടെ വന്നത് കണ്ടിട്ട് പോകാനേ, കണ്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് പോവാം. അത്രേ ഉള്ളൂ. പോരായ്മയാണ് നമ്മൾ ഇത്രയും നാൾ വരാത്തതിന്റെ കാര്യം അതാണ്. കാരണം നമുക്ക് അകത്ത് കയറണം. പൈസ കൊടുത്തിട്ട് ഇവിടം വരെ വന്നിട്ട് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. ഇവിടെ വന്നിട്ട് കണ്ടിട്ട് പോകണം. ഇത്രേ ഉള്ളൂ. ആ ടിക്കറ്റ് കൗണ്ടറിൽ ഒന്നും എഴുതി വെച്ചിട്ടില്ല ഇത് ഓപ്പൺ അല്ല. പക്ഷെ എല്ലാവരും അത് പ്രതീക്ഷയാണ് വരുന്നത്, ഇതിനകത്ത് കയറാം. ഇതെല്ലാം ആ ഒരു പ്രതീക്ഷയിൽ ആരും വരണ്ട. അതെ അതെ അല്ല, താഴെ കൂടെ ബസ്സിലൊക്കെ പോകുമ്പോഴേ കണ്ടിട്ടുള്ളൂ, ദൂരെ ആദ്യത്തിൽ ഇത്ര അടുത്ത്. അതെ 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 അതെ. നല്ല രസമുണ്ട്. ഈ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ രാവിലെ ഉച്ചയ്ക്കൊന്നും വരാതിരിക്കുക. കാരണം ഇവിടെ നിൽക്കാൻ പറ്റും, ഇതിനൊക്കെ ആസ്വദിക്കാൻ പറ്റില്ല. ഇത് നല്ല കാലാവസ്ഥ. കാരണം നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 4 മണി ആ ടൈം ആയിട്ടുണ്ട്. 4 മണി അല്ല, എത്ര മണിയായിപ്പോൾ? 5 മണി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം അതുകൊണ്ട് വൈകുന്നേരം നിങ്ങൾ ഇറങ്ങാനായിട്ട് നോക്കുക കേട്ടോ. എന്തോ ഈ കെട്ടിയനെ ഫോട്ടോ എടുക്കാൻ വിളിച്ചാലും ഞാനും വെറുതെ 2-3 ഫോട്ടോ ഒക്കെ കാച്ചി കേട്ടാ. നിങ്ങൾ രണ്ടൊരു കപ്പിൾസ് ആയിട്ട് ആദ്യമായിട്ട് നിങ്ങൾ കപ്പിൾസ് ആയിട്ട് എടുക്കും സുഹൃത്തുക്കളെ. എന്നിട്ട് നമ്മൾ വരാം. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാൻ ആരെങ്കിലും നോക്ക് ഗൈസ്, വ്യൂ നോക്ക് ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ആൾക്കാരിങ്ങനെ വന്ന് അങ്ങോട്ട് പോകണ്ട്. ദയവായി ശില്പത്തിന് പുറത്ത് കയറുകയോ ഇരിക്കുകയോ ചെയ്യരുത്. ഓ, ഇതിനകത്ത് കയറി ഇരിക്കരുത്. അച്ഛൻ ഇത് സിമെന്റ് തന്നെ അല്ലേ ഉള്ളു? സിമെന്റ്, ഫുള്ള് സിമെന്റ് ഉണ്ട്. ഇവിടെ കുറേ പേര് റെസ്റ്റ് ചെയ്യുന്നുണ്ട്, ചായ ഒക്കെ കുടിക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. അതാണ് ആ ക്ഷേത്രം കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. അതാണ് നമ്മുടെ രാമക്ഷേത്രം എന്ന് പറയുന്നത് അല്ലേ? ശ്രീരാമ ക്ഷേത്രം എന്ന് പറയുന്നത്. അമ്മയും അച്ഛനും കൊച്ചുമൊക്കെ എത്തി അവിടെ നിന്ന് വ്യൂ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വ്യൂ ഇവിടെ വെച്ചാണ് കേസ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നത് കേട്ടോ. ഇല്ല അങ്ങ് അപ്പുറമാണ്. ആ ക്ഷേത്രത്തിന്റെ സൈഡാണ് ഭയങ്കര ഹൈറ്റ് ആയിട്ട് തോന്നിക്കുന്നത്. അതെ, സ്കൂൾ കാണാൻ പറ്റും നമ്മുടെ. സ്കൂൾ കാണിച്ചു തരാം. സ്കൂളുണ്ടേ, ആ ബിൽഡിംഗ് ഉണ്ട്. കൊച്ചിലെ പഠിച്ച സ്കൂളാണ് പാട്ടുലിക്ക സ്കൂൾ. ആ ഒരു ആ വെള്ള പെയിന്റ് അടിച്ച് വീട് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാർഡ് ഉണ്ട്. ആ സ്പോട്ടിൽ എവിടെയെങ്കിലും ആണ് വീടിന് തീടച്ചാ നമ്മളെ. പക്ഷെ സ്കൂള് കാണാൻ പറ്റുള്ളൂ. അവിടെ വേറൊരു കാര്യം എന്ന് വെച്ചാലേ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ പാറയും ഈ ഒരു സ്ട്രക്ചറും നമുക്ക് സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഫ്രണ്ട് വ്യൂ അത് തന്നെ. ഇവര് ഏറ്റവും കൂടുതൽ ടൈം എടുത്തേക്കുന്നത് ഇതിന്റെ ചുണ്ട് പണിയാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ചുണ്ട് കാണും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചുണ്ട് കാണത്തില്ല. ഒരുപാട് വർക്ക് എടുത്തിട്ടുണ്ട് ഈ ചുണ്ട് പണിയാൻ വേണ്ടി. അത് പണിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ അത് പൊളിച്ച് ഒരുപാട് വട്ടം പൊളിച്ചിട്ടുണ്ട്. ശരിയായിട്ടില്ല എന്റെ ചുണ്ട് പണിഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് അവരത് ചുണ്ട് കാണും, പിന്നെ കാണില്ല. നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ ചുണ്ട് കാണും, ചിലപ്പോൾ ചുണ്ട് കാണാം. നമ്മൾ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് ഇതിന്റെ മേജർ ആയിട്ട് ആ ഒരു വർക്കൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിന്റെ മെയിൻ പാർട്ടും ആ ചുണ്ടാണ്. നോക്കി ശ്രദ്ധിച്ചാൽ മതി. അത് ഭയങ്കര ഫിനിഷാണ്, കണ്ട ഷാർപ്പാണ്. മൃദുലയുടെ അമ്മയുടെ മാസ്മരിക ഡാൻസ് ഒക്കെ ഉണ്ട് ഗൈസ്. വരും കിടിലൻ ഡാൻസ് ആയിരുന്നു. ഇത്രയും ആൾക്കാർ വെക്കുന്നുണ്ട്. അമ്മയ്ക്കൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പോയി ഞാൻ ഫോണിലായിരുന്നെങ്കിൽ ഞാൻ കണ്ട് ഡാൻസ് ഭയങ്കര ത്രില്ല്. ആ അവിടെ ശരിയാണ് ഗൈസ്. അവിടെ ഒരു ചില്ല് പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. അവിടെ റെഡ് കൊട്ടിട്ടുണ്ട്. ഓ ഗൈസ്, ലുക്ക് അറ്റ് ദാറ്റ്. ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ വ്യൂ ആണ് കേട്ടോ. അടിപൊളി. നോക്ക് ആ ഒരു സൺസെറ്റും ആ ഒരു ക്ഷേത്രവും. പണ്ട് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നല്ലോ വെച്ചാ നിങ്ങൾ ഇല്ലേ? അത് പക്ഷെ അത് വിഗ്രഹവും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ശ്രീരാമന്റെ ഒരു അമ്പും ബില്ലും അങ്ങനെയുള്ള ഐറ്റങ്ങളും. ഈ ഒരു സാധനം വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ പണി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിപ്പോ റീസെന്റ് പണിയല്ലേ ഇത്. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ പണി കഴിഞ്ഞിട്ട് പണിയാ. അതിന്റെ പണിയായിട്ട് കുറെ ആയപ്പം ഇവിടെയും പണി തുടങ്ങി. ഹായ്, പക്ഷെ ഇതൊക്കെ നമ്മളെ അതോ കുടുംബക്കാരാണ്, അടുത്തുള്ളതാണ്. അതിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അച്ഛൻ്റെ കുടുംബത്തിനടുത്തുള്ള എല്ലാവരും. അതെ അതെ അതെ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്. അതെ, ഇവിടെ പിന്നെ വർക്ക് ചെയ്യുന്നത് എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ, നമ്മളെ നാട്ടിൻപുറത്തിലുള്ള എല്ലാവരും തന്നെയാണ്. മിക്ക ആൾക്കാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സെക്യൂരിറ്റി ആയിക്കോട്ടെ, അങ്ങനെ ഓരോ ജീവനക്കാരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇനി കണ്ട എല്ലാത്തിൻ്റെയും മണ്ടയിൽ മറ്റൊരു ഇടിമിന്നലിൻ്റെ സംഭവം വെച്ചിട്ടുണ്ട്. കാരണം ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ടേ എല്ലാത്തിനും വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അടുത്ത് കാണാൻ കേട്ടോ. അച്ഛൻ്റെ കുടുംബം ഇവിടെ ഉണ്ട്. അതിനുള്ള വഴിയാണ് നാട്ടിങ്ങളിൽ കാണുന്ന വഴി. പണ്ടത്തെ കൊച്ചുനാൾ കയറിയിരുന്ന വഴിയുണ്ട് ഇതിലെ. ദാണ്ട് ഇവിടെ ഈ ഇതായിരുന്നുണ്ട്. ഈ പാലാണെന്നുണ്ട്. ഇതില് ഇങ്ങനെ കേറിയിട്ട് ഇങ്ങനെ കയറി. അച്ഛൻ നൊസ്റ്റാൾജി ഇറക്കുന്നു. പണ്ട് ഉണ്ണിയാണ് നമ്മൾ ഇതിലല്ലേ അറിയായിരുന്നത്.
കുരങ്ങന്മാർക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ. അതുകൊണ്ട് ഫുഡിൻ്റെ അവശിഷ്ടമൊക്കെ കാണാം. അതുകൊണ്ട് പൊരിയും ശർക്കരയും കപ്പലണ്ടിയൊക്കെ കാണാം. വൈകുന്നേരം നമ്മൾക്ക് ഫുഡ് അവരിവിടെ കൊണ്ട് വെക്കും. അപ്പോൾ കുരങ്ങന്മാർ വന്ന് കഴിക്കും കേട്ടോ. അതുകൊണ്ടൊക്കെ അമ്മയുടെ താഴെ കുടുംബ വീട്ടിലൊക്കെ കുരങ്ങന്മാർ ഇവിടെ ഫുഡ് ഇല്ലാതെ വാറാവുമ്പോൾ ഇറങ്ങി വരില്ല. കാരണം ഫുഡ് ഉണ്ട്. അതെ ഇറങ്ങി വരും. ഇവിടെയാണ് ശ്രീരാമപാദം കേട്ടോ. മറ്റേ നേരത്തെ ഇങ്ങനെ ഗ്ലാസ് ഒന്നും ഇല്ലായിരുന്നില്ലേ ചാ? ആ താണ്ട് എന്തരാമ അങ്ങോട്ട് ചെന്ന് കയറിക്കൂടെ വലിച്ചു കീറുന്നത്. ഡേയ് ഇവരുടെ ഇയാള് കാണാനില്ലല്ലോ ഇയാളെ ഒരു ഒന്നുമില്ല ഒന്നുമില്ല. ഇനി അടുത്ത വരവിനെ കൊണ്ടുതരാം. സൂചിച്ചില്ല പറഞ്ഞത്. അടി വാങ്ങിച്ച് കെട്ടും അമ്മ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിതേ താഴെ ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ 12D തിയേറ്റർ, പിന്നെ കുറേ ഗെയിം സോണ്, പിന്നെ ഇവിടെ പോപ്കോൺ, ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. മൃദുലതേ വാഷ്റൂമിലോട്ട് പോയിട്ടുണ്ട്. കൊള്ളായിരുന്നില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? കൊള്ളായിരുന്നു. പിന്നെ അകത്ത് കയറാൻ പറ്റൂലെന്നേ ഉള്ളൂ. അകത്ത് കയറാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നം. നല്ല വൈബായിരുന്നു. അപ്പം ഗൈസ് ഇതിനകത്ത് എന്തായാലും മൃദുലയ്ക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. സംഭവം എന്തോ എന്തായാലും ഗൈസ്. അപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാരനാണ് നന്ദഗോപൻ. നമ്മൾ ഒന്നിച്ച് +1 +2 ട്യൂഷൻ സെൻ്ററിൽ നമ്മൾ 10ൽ ഒന്നിച്ചൊക്കെ പഠിച്ചതാണ്. അപ്പം അവ ഇവിടെ വർക്ക് ചെയ്യുകയാണ്. ഇപ്പം ഇവിടെ ആദ്യം സെക്യൂരിറ്റി അല്ല, ഇവിടെ ആദ്യം സെക്യൂരിറ്റി ആയിരുന്നു. ഇപ്പം സ്റ്റോർ ഇൻചാർജ് ആണ്. ഇവിടെ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന മെജോറിറ്റി ആൾക്കാർ നമ്മുടെ ചടയങ്ങളത്തുള്ള ആൾക്കാരൊക്കെ കൂടുതലും വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് കളി? എങ്ങനെയാ? ബോക്സിൽ വീഴണം. ഒരു ബോളിൻ്റെ പ്രൈസ് കിട്ടുമോ? കിട്ടും. ഒരു ബോളിന് എത്ര രൂപ? ഒരു ബോളിന് 100, 3 ബോളിൽ 200. ഓ 3 ബോൾ ഇട്ടാ ട്രയലില്ലെന്ന്. ഓ അത് കൊള്ളാം, നൈസിലുള്ള പരിപാടി. അല്ല നിങ്ങൾ ഗിഫ്റ്റ് അത് ചുമ്മാ അല്ല 100 രൂപ ഇട്ടോ കൊച്ചാ. എത്ര കൊള്ളാം. അച്ഛ ഇടാൻ പോവാ കേട്ടാ. ഐടാച്ചാ പതുക്കെ ഞാൻ പിടിച്ചോ. 300 രൂപ പോയാട്ടാ. ചുമ്മാ ആയിപ്പോയി. എടാ ഇത് നേക്കല്ലേ? എടാ നീട്ടിട്ടുണ്ടോടാ? ഇത് പാടാടാ. റീബൗണ്ട് ശകലം പാടാം. മറ്റേത് പിന്നെ ഇടാം. പൊക്കി നൈസായിട്ട് ഇട്ടാലേ വീഴും. അത് ഇവിടെ നിന്ന് അവരെ ഇടുന്നത് അവിടെ നിന്നാ ഇടുന്നത്. വെളിയിൽ നിന്ന് ഇട്ട് നോക്കിയാലും അവർക്കറിയാം കേട്ടാ. അവർക്ക് ഇതിനാ അറിയാം കേട്ടാ. അടുത്ത 12D എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോട്ടെ. എനിക്കായിരിക്കണം ചാച്ച കാണിക്കുന്നത്. കണ്ണാടിയൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ടോ? എനിക്ക് വയ്യ. ഗൈസ്, അപ്പോൾ നമ്മളിത് ഇന്ന് നൈറ്റ് കഴിക്കുന്നത് മസാല ദോശയാണ്. നമ്മളിത് കഴിഞ്ഞ് നേരെ മാളിലോട്ട് പോകട്ടെ. നമ്മൾ കില്ലെന്ന് പറഞ്ഞൊരു മൂവി നമ്മൾ ആൾറെഡി കണ്ടതാണ്. അച്ഛന് മെനയെ ട്രെയിലർ ഇട്ട് കൊടുത്ത് പക്ഷേ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ മാളിലോട്ട് പോയി കില്ല് മൂവി കാണാൻ വേണ്ടി പോവാണ്. ഗൈസ്, അച്ഛൻ്റെ സ്റ്റൈൽ പിക്ക് കാണിക്കച്ച. അച്ഛൻ്റെ സ്റ്റൈൽ പിക്ക് ഞെക്കാതില് അടിപൊളി ശങ്കരൻ നമ്പിയ മാസ് എൻട്രിയെ സ്വന്തമായിട്ട് പുകഴ്ത്തുന്നു. അമ്മയുടെ സിംഗിൾ ഫോട്ടോ അല്ലേ? വേറെ ലെവലാടാ നീ. എന്ത് ചെയ്യണം? അടിപൊളി പടം കേട്ടാ. അമ്മ ഇരുന്ന് ഉറങ്ങുന്നടാ. ഉറങ്ങി കിടക്കി ഇല്ലേടി? ഞാനേ കണ്ടുള്ളൂ. കഥയെല്ലാം മനസ്സിലായി. മനസ്സിലായി. ഗൈസ്, ഇത് എന്തൊരു വയ്യേ പടം കിട്ടിറങ്ങിയപ്പോ. എന്തൊരു പറ്റിയവർക്ക്? അച്ഛൻ മറ്റേ ശബ്ദം ഈ അവര് പേടിച്ച്
ഹേ ഗായ്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ കറക്കങ്ങളൊക്കെ അവസാനിച്ച് നമ്മളത് വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ കിൽ മൂവി നമ്മൾ മൂന്നുപേര്, ഞാനും മുതലേ കൊച്ചു ആൾറെഡി കണ്ടതാണ്. അവരുടെ അടുത്ത് ചോദിക്കാം, കണ്ടവര് മാറിക്കങ്ങോട്ട് ഉറങ്ങിയ കണ്ടവരുടെ ചോദിക്കാം. ഞാൻ കണ്ടല്ല. വേറെ ആരുമില്ല ഈ പടം കണ്ടിട്ട് ഉറങ്ങുന്ന മഹാവ്യക്തിയെ. അതാ സമ്മതിക്കണം. ഞാൻ ഉറങ്ങിയില്ല, ഇങ്ങനെ ഒന്നാക്കിയത്. പടം കണ്ടായിരുന്നു? പടം സൂപ്പർ അല്ലേ? അടിപൊളി. ഫൈറ്റ് ഒക്കെ കണ്ട്, ഫൈറ്റ് സീനൊക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇന്നത്തെ ഡേ ഫുള്ള് നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ ഈ വീഡിയോ അവസാനിക്കുന്ന സുഹൃത്തുക്കളെ, അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള ബൈ.